വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ആശ്വാസധാരയുടെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യമാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. ഇന്ന് വിശ്വാസ സംബന്ധിയായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആൾ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കാം. അസാധാരണ പ്രേക്ഷിത മാസമായി ഒക്ടോബർ മാസത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഇതിൻ്റെ പ്രസക്തി? എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്ക് അവകാശമുണ്ടല്ലോ. ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ സുവിശേഷ പ്രഘോഷണവും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ആവശ്യമുണ്ടോ? മനുഷ്യൻ നന്നായി ജീവിക്കുക എന്നതല്ലേ പ്രധാനം. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വാചകങ്ങളിലാണ് അദ്ദേഹം ഈ സംശയം ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആനുകാലിക പ്രസക്തമാണ്. പല ആളുകൾക്ക് ഒരുപക്ഷെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സമാനമായത് കണ്ടേക്കാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനാണ്. അത് സഭയുടെ വിശ്വാസമാണ്. മിശിഹ എല്ലാവരുടെയും രക്ഷകനാണ് എന്ന് പറയുമ്പോൾ ആ മിശിഹായിലുള്ള രക്ഷയുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള ഒരു കടമ അത് അനുഭവിച്ചവർക്ക്, മിശിഹായെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവർക്ക് ഉണ്ട് എന്നുള്ള ഒരു അടിസ്ഥാന ചിന്ത ഇതിൻ്റെ പിറകിലുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ ആ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു അസാധാരണ പ്രേക്ഷിത മാസം എന്നൊരു ചോദ്യം കൂടി ഇവിടെ വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ അസാധാരണ പ്രേക്ഷിത മാസമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2019 ഒക്ടോബർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണ്. ബെനഡിക്റ്റ് 15 പാപ്പായുടെ മാക്സിമം ഇല്ലൂത് എന്ന ഒരു ചാക്രിക ലേഖനത്തിൻ്റെ 100ാമത്തെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. മാക്സിമം ഇല്ലൂത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം എന്ന അതിൻ്റെ അർത്ഥം തന്നെ, ഏറ്റവും മുഖ്യമായ ഏറ്റവും വലിയ ആ കാര്യം. സുവിശേഷത്തെ സംബന്ധിച്ച് അത് സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചും പ്രേക്ഷിതത്വത്തെക്കുറിച്ചുമാണ് അതിൻ്റെ മുഴുവനും പ്രമേയങ്ങളും. അത് അന്ന് ഈ 100 വർഷം മുമ്പ് ബെനഡിക്റ്റ് 15 പാപ്പ അങ്ങനെ പ്രഖ്യാപിച്ചതിനൊരു പശ്ചാത്തലമുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആ കെടുതികൾ പെട്ടിരുന്ന ഒരു കാലം, ലോകത്തിൽ വല്ലാത്ത പ്രത്യാഘാതങ്ങളുണ്ടായ ഒരു കാലത്ത്, ഒരു വല്ലാത്ത തരത്തിൽ ആളുകൾ ഭിന്നമായി തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പലതരത്തിലുമുള്ള തേരോട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചിതറിപ്പോയ വിശ്വാസത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മേഖലകൾ, അങ്ങനെയുള്ള ഒരു പ്രത്യേക പരിതോവസ്ഥയിലാണ് ഈ സുവിശേഷമാണ് എല്ലാത്തിനും അടിസ്ഥാനമായി നിൽക്കുന്നത്, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്ന ഒരു വലിയ സത്യം അന്ന് ആധികാരികമായിട്ട് മാർപ്പാപ്പ പഠിപ്പിക്കുകയായിരുന്നു. കോളനി വാഴ്ചയുടെ ഒക്കെ ഒരു സാഹചര്യവും അന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ധാരാളമായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നീട് സഭയിൽ നടന്നു. അതിൻ്റെ 100 ആണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്നും സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ഉത്തരാധുനികതയുടെ പ്രത്യേക സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഈ ഒരു ആധുനികോത്തര സമവാക്യങ്ങൾ വല്ലാതെ ഈ കാലഘട്ടത്തെ തകർക്കുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് അകറ്റുമ്പോഴും ഭൗതികതയും ആപേക്ഷികതാവാദവും ഒക്കെ വല്ലാതെ ശക്തമാകുമ്പോഴും വർഗീയ ധ്രുവീകരണങ്ങൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ മതാധിഷ്ഠിത ദേശീയ വാദം പോലെയുള്ള പ്രത്യേക പരിതോവസ്ഥകൾ ഇന്ന് നിലവിൽ വരുമ്പോൾ സുവിശേഷമെന്ന യാഥാർത്ഥ്യം, സുവിശേഷത്തിലൂടെ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ള വലിയ ദർശനം, അത് യഥാർത്ഥ സ്നേഹത്തിലേക്കും പങ്കുവയ്ക്കലിലേക്കും ഒക്കെ നയിക്കും. അങ്ങനെ ദൈവത്തെ പിതാവായി കണ്ടുകൊണ്ട് മാനവകുലത്തെ മുഴുവനും സഹോദരങ്ങളായി കാണുവാനുള്ള വലിയൊരു വെളിച്ചം സുവിശേഷം ആ വെളിച്ചം നൽകുന്നുണ്ട്. എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാനുള്ള മാനദണ്ഡമായി നിൽക്കുന്നത് ദൈവം ഈ മനുഷ്യകുലത്തിന് മുഴുവനും പൊതുപിതാവാണ് എന്ന ചിന്തയാണ്. ആ ഒരു ദർശനം നൽകുവാൻ ഏറ്റവും ആവശ്യമായ ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം എന്ന് മാർപ്പാപ്പ കാണുന്നതുകൊണ്ട് കൂടിയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനകത്തെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് സഭയുടെ ഒരു വലിയ ദൗത്യമാണ്. മിശിഹ അയക്കപ്പെട്ടത് പിതാവിൻ്റെ പ്രേക്ഷിതനായിട്ടാണ്. എന്ന് വെച്ചാൽ പിതാവ് തൻ്റെ പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് അയച്ചു എന്നുള്ളത് ആദ്യത്തെ പ്രേക്ഷിത ദൗത്യമാണ്. ആ മിശിഹ തൻ്റെ തുടർച്ചയായ ഏകവും പരിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയെ തൻ്റെ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട്
ഈശോ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ പൂർത്തിയാക്കിയത്. ഔദ്യോഗികമായി അവിടുന്ന് പൂർത്തിയാക്കിയ രക്ഷയുടെ അനുഭവങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് നിയമിക്കുകയാണ്. അത് പ്രഘോഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചൊരു ചോദ്യം, മിശിഹ ലോകത്തിന് മുഴുവനും രക്ഷകനാണ് എന്നുള്ളത് സത്യം തന്നെ. അവിടുന്നാണ് ഏകരക്ഷകനെന്ന യാഥാർത്ഥ്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലും 11-12 വാക്യങ്ങളിൽ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ശ്ലീഹന്മാരുടെ പ്രഘോഷണങ്ങളിൽ നാം കാണും. ഈശോ തന്നെ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. അത് ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂമിയിലെ ദൗത്യപൂർത്തീകരണത്തിന് നാളുകൾ അടുത്തപ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ്, നിങ്ങൾ അവിടേക്ക് എത്താനുള്ളവരാണ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറയുന്ന പശ്ചാത്തലത്തിൽ തോമസ് ലീഹ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല, പിന്നെ ഞങ്ങളിങ്ങനെ വഴി അറിയുക. അപ്പോഴാണ് ഈശോ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും രക്ഷ മിശിഹായിലൂടെ തന്നെയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അവിടുന്നാണ് ഏകരക്ഷകനും ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനും എന്ന സത്യം സുവിശേഷങ്ങളിലും ആദിമസഭയുടെ അനുഭവങ്ങളിലും ഇന്നും സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതിനകത്തൊരു മാറ്റമില്ല. പക്ഷേ രക്ഷ എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ രക്ഷയ്ക്ക് നാം നമ്മെ തന്നെ സ്വീകാര്യരാക്കുമ്പോഴാണ് അത് സ്വീകരിക്കാൻ പറ്റുന്നത്. മിശിഹായെ അറിയാൻ കഴിയാത്തവർക്ക് രക്ഷയുണ്ടോ എന്നൊരു ചോദ്യം ഇതിനകത്ത് ഇംപ്ലൈഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, കർത്താവിനെ അറിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ രക്ഷയില്ല എന്ന് പറയാനായിട്ട് നമുക്കൊരിക്കലും സാധ്യമല്ല. രക്ഷ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് മാത്രമേ അത് ആർക്കെല്ലാമാണ് അതിന് അവകാശമുള്ളത്, യോഗ്യതയുള്ളത്, ആരാണ് രക്ഷയിലേക്ക് കടന്നു വന്നവർ എന്നൊക്കെ വിധി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ രക്ഷ ഒബ്ജക്റ്റീവായിട്ട് മിശിഹായിലൂടെ പൂർത്തിയാക്കപ്പെട്ടു. എന്നാൽ സബ്ജക്റ്റീവായിട്ട് അത് ഞാൻ സ്വീകരിച്ചുകൊണ്ട് അതിനോട് സഹകരിക്കുമ്പോഴാണ് എനിക്ക് ഈ രക്ഷയുടെ അനുഭവം ലഭിക്കുന്നത്. അതിനോട് തൻ്റെ തന്നെ അല്ലാത്ത കുറ്റം കൊണ്ട് തന്നെ മിശിഹായ രക്ഷകനായിട്ടോ നാഥനായിട്ടോ ഒന്നും കാണാൻ പറ്റാത്ത എത്രയോ ആളുകൾ ഈ ഭൂമുഖത്തുണ്ട്. അവരൊക്കെ സ്വർഗരാജ്യത്തിന് അകലെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഈശോ തന്നെ പറയുന്നുണ്ട്, ആ മഹാവിരുന്നിനെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയിൽ, പലരും ക്ഷണിക്കപ്പെട്ടിരുന്ന വിരുന്നിന്, പക്ഷെ ക്ഷണിക്കപ്പെട്ട പലരും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നില്ല. ഞാൻ കാളയെ വാങ്ങിച്ചു, വിവാഹം ചെയ്തു, വയൽ വാങ്ങിച്ചത് കാണാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാരണങ്ങളും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ദാസൻ വന്നിട്ട് തിരിച്ചു വന്ന് ഈ യജമാനോട് പറയും, അവരൊന്നും വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയും, ഈ യജമാനൻ വിരുന്ന് തയ്യാറാക്കിയ ആ വീട്ടുടമസ്ഥൻ പറയും, വഴി അരികിലേക്ക് ചെന്നിട്ട്, നാൽക്കവലകളിലേക്കൊക്കെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരെയും എൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് പറയും, രാജ്യത്തിൻ്റെ മക്കൾ അല്ലെ ക്ഷണിക്കപ്പെട്ടവർക്ക് വിരുന്ന് നഷ്ടപ്പെട്ടു, പക്ഷേ ക്ഷണിക്കപ്പെടാത്തവർ വന്ന് വിരുന്നിന് ഇരിക്കുന്നു. അതൊക്കെ സൂചനകളാണ്. എല്ലാവരിലേക്കും രക്ഷ കടന്നു ചെല്ലുന്നു എന്ന സത്യം. ഈശോ തന്നെ മറ്റൊരു സമയത്ത് പറയും, കിഴക്കുന്നും പടിഞ്ഞാറുന്നും ആളുകൾ വന്ന് സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും, രാജ്യത്തിൻ്റെ മക്കളോ അവഗണിക്കപ്പെടും എന്നൊക്കെ. അപ്പോൾ രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനെക്കുറിച്ച് തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങൾ സഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 16-ാമത്തെ നമ്പറിൽ പറയും, അതുകൊണ്ട് മിശിഹായുടെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ അറിയാതിരിക്കുകയും എന്നാൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ തേടുകയും അവിടുത്തെ ഇഷ്ടം മനസാക്ഷിയുടെ പ്രേരണയ്ക്ക് അനുസൃതമായി പ്രവൃത്തികളാൽ പൂർത്തീകരിക്കുന്നതിന് പ്രസാദപരത്തിൻ്റെ പ്രചോദനത്താൽ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയും. അപ്പോൾ രക്ഷ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തന്നെ പലർക്കും നിഷേധിക്കപ്പെടുന്നുണ്ട്. അവരൊക്കെ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ അവരൊക്കെ രക്ഷയുടെ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ ഉണ്ട് എന്നുള്ള സത്യം അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും പ്രവർത്തനവും മനുഷ്യകുലത്തിന് മുഴുവനും സൃഷ്ടിയിൽ തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവം തന്നെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:26-27 ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ
രക്ഷയുടെ നിത്യതയുടെ വഴിയിലേക്കാണ് നയിക്കുന്നത്. രക്ഷ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നു. അതിൻ്റെ പൂർണ്ണത, നിത്യരക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ആ പരമാനന്ദത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ലോകത്തിലെ മതദർശനങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ നടത്തുന്നത് ദൈവാന്വേഷണം തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സഭ എന്താണ് ഇത്തരത്തിൽ ഉള്ള ഈ ദൈവാന്വേഷണങ്ങളുടെ ഈ വഴികളെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം എന്താണ്? ഞാനിവിടെ പറഞ്ഞതിനകത്ത് തന്നെ ആ സൂചനകളുണ്ട്. മറ്റു മതങ്ങളെയും കത്തോലിക്കാ സഭ പ്രത്യേകിച്ചും ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഭാരതം തന്നെ മതത്തിൻ്റെ ഒരു നല്ല സമന്വയമുള്ള സ്ഥലമാണ്. എല്ലാ മതങ്ങളും, മുഖ്യധാരാ മതങ്ങളെന്നല്ല, എല്ലാ മതങ്ങളും തന്നെ ഏഷ്യയിലാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ക്രൈസ്തവ ദർശനം, ക്രൈസ്തവ മതം എന്ന് പറയാൻ പലപ്പോഴും പറ്റില്ല. മതം എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്. അപ്പം ക്രൈസ്തവ വിശ്വാസത്തെ ഒരു കേവലം മതമായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി അതൊരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത ശൈലിയാണ്. മിശിഹായ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ രക്ഷയിലൂടെ അവിടുത്തെ തുടർച്ചയായിട്ട് ഈ ലോകത്തിൽ രക്ഷയുടെ അടയാളമായി നിൽക്കുന്ന സഭയുടെ സാന്നിധ്യവും ആ സഭയുടെ പങ്കാളിത്തവുമാണ് ക്രൈസ്തവ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ആ സഭയിലുള്ള എൻ്റെ ജീവിതം. അതുപോലെ മറ്റു മതമുണ്ട് വ്യത്യസ്തമായ രീതിയിലൊക്കെ. ഈ മതങ്ങളെയൊക്കെ ആദരവോടുകൂടി തന്നെയാണ് കത്തോലിക്കാ സഭ നിരീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മനോഹരമായ നിരീക്ഷണങ്ങളുണ്ട്. നോസ്ത്ര എത്താത്തെ എന്ന ആ ഒരു അക്രൈസ്തവ മതങ്ങളോടുള്ള സഭയ്ക്കുള്ള നിലപാടിനെക്കുറിച്ചുള്ള വ്യക്തമായ പ്രബോധനങ്ങളിൽ നമ്മളിങ്ങനെ തന്നെ കാണും. അത് വിവിധ മതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഈ മതങ്ങളിൽ സത്യവും വിശുദ്ധവുമായതൊന്നും കത്തോലിക്കാ സഭ നിഷേധിക്കുന്നില്ല. ആത്മാർത്ഥമായ ബഹുമാനത്തോടെ ആ പ്രവർത്തന രീതികളെയും ജീവിതശൈലികളെയും പരിഗണിക്കുന്നു. സഭ മുറുകെ പിടിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നവയിൽ നിന്ന് പല കാര്യങ്ങളിലും അവ വ്യത്യസ്തങ്ങളാണെങ്കിലും പലപ്പോഴും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ നിത്യസത്യത്തിൻ്റെ രശ്മി അവ സംവഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് മതങ്ങളിലൊക്കെ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അതിലൊക്കെ ഉൾച്ചേരുന്ന സത്യത്തിൻ്റെ കിരണങ്ങളെ സഭ ആദരവോടുകൂടി കണ്ടുകൊണ്ട് ആ മതങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു മതവിദ്വേഷമോ വർഗീയതയോ സഭയുടെ പ്രവർത്തനങ്ങളിലോ ചിന്തയിലോ ദർശനങ്ങളിലോ അശേഷം ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് ക്രിസ്തുവിൻ്റെ മനസ്സിന് തന്നെ എതിരാണ്. മിശിഹ എല്ലാവരെയും ഉൾക്കൊണ്ടവനാണ്. അന്നുണ്ടായിരുന്ന സമറിയാക്കാർ, വിജാതീയരെന്നറിയപ്പെടുന്ന മറ്റു പല ചിന്താധാരകളിലും പെട്ടിരുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെയൊക്കെ ഒരേ മനസ്സോടെ കണ്ട് അവരെ ചേർത്ത് പിടിച്ച ഒരു വിശാലമായ മനസ്സും ഹൃദയമായിരുന്നു ഈശോ മിശിഹായുടേത്. ആ തുടർച്ച, ഈശോ മിശിഹായുടെ തന്നെ തുടർച്ചയായ അതേ മനസ്സാണ് ഇന്നും ഈ സഭയിലുള്ളത്. പലപ്പോഴും ഇതിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ പോലും മറ്റ് മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള പ്രഘോഷണങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ കാണാറുണ്ട്. ഇത് ഒരിക്കലും സഭയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രഘോഷണ രീതിയോട് യോജിപ്പുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഒരിക്കലുമില്ല. ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ അത് വളരെ വ്യക്തമാണ്. അതായത് സഭ വിശ്വാസം പ്രഘോഷിക്കാൻ കടപ്പെടുത്തപ്പെട്ടവളാണ്. എന്നാൽ നിർബന്ധത്തോടു കൂടി ഒരിക്കലും ആരുടെ മേലും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. സഭയ്ക്ക് ഈ ഒരു കൽപ്പന ലഭിച്ചിരിക്കുന്ന മിശിഹായിൽ തന്നെയാണ്. ഈശോയുടെ സ്വർഗാരോഹണ വേളയിൽ സുവിശേഷങ്ങളുടെ എല്ലാം സമാപനത്തിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിലും ലൂക്ക 24 ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. ഈശോ പറയും, സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുക, അവരെ പഠിപ്പിക്കുക, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ലോകത്തോട്, അല്ലെ ലോകത്തിലുള്ള എല്ലാ ജനതകളോടും ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, അതാണ് സുവിശേഷം. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവാനുള്ള ഒരു വലിയ കടപ്പെടുത്തൽ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. കാരണം മിശിഹ ഈ ഭൂമിയിൽ നിർവഹിച്ച ആ ദൗത്യം, രക്ഷാകരമായ ദൗത്യം, ഇന്ന് തുടരേണ്ടത് ഈ അപ്പസ്തോലികമായ സഭയിലൂടെയാണ്. ഈ അപ്പസ്തോലിക സഭയെ തന്നെയാണ് കർത്താവ് അത് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭ അത് തുടരുക തന്നെ വേണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കാതിരിക്കുന്നത് എനിക്ക് ദുരിതം എന്ന് പറയും. അത്ര കണ്ട് ആ ഒരു വലിയ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ടാണ് സുവിശേഷം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു വലിയ പങ്കുവയ്ക്കലാണ് സുവിശേഷ പ്രഘോഷണം. പലപ്പോഴും സുവിശേഷം തന്നെ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ അവർ
അങ്ങനെ ആ രീതിയിൽ എന്താ പറയുന്നത്, നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ തിരിച്ചറിയുന്ന വിധത്തിൽ വ്യതിരിക്തമായൊരു ജീവിതശൈലി അതല്ലേ പ്രാഥമികമായിട്ടും ഉണ്ടാവേണ്ടത്? തീർച്ചയായിട്ടും അതെ. കാരണം പ്രഘോഷിക്കുക എന്ന വാക്ക് അതിൻ്റെ മൂലാർത്ഥത്തിൽ, ഗ്രീക്ക് മൂലത്തിൽ കെരിഗ്മ എന്ന വാക്കാണ്. കെരിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജീവിതബന്ധിയായ, ജീവിതത്തിൻ്റെ പിൻബലമുള്ള ഒരു അറിയിപ്പാണത്. പ്രഘോഷണം വെറും കേവലം പ്രസംഗമല്ല. എന്തും പ്രസംഗിച്ചിട്ട് എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റും, പക്ഷേ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്, ആ പ്രഘോഷണം എന്ന് പറയുന്നതിനകത്ത് തന്നെ ജീവിതം ഉണ്ടായിരിക്കണം. അപ്പോൾ ജീവിതത്തിൻ്റെ ശൈലി കണ്ടിട്ടാണ് മറ്റുള്ളവർ കർത്താവിനെ അംഗീകരിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ അത് പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ ആ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എന്നിട്ട് പറയും, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുന്നത് നിങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ടായിരിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയട്ടെ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ജീവിത ശൈലി സുവിശേഷത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് സ്നേഹമല്ലേ? തീർച്ചയായിട്ടും അതെ. ഈ സ്നേഹത്തിൻ്റെ ജീവിത ശൈലിയിലൂടെ തന്നെ ആണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അതേസമയം രക്ഷാകരമായ വെളിപ്പെടുത്തലുകൾ മിശിഹായിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. അവിടുത്തെ സഭയിലൂടെ അത് അനുഭവിക്കാനും ജീവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഒരു വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്ന ഞാൻ ആ വലിയ സന്തോഷം സ്നേഹത്തോടുകൂടി എൻ്റെ സഹോദരങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു പങ്കുവയ്ക്കലാണ്. അതൊരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കുന്നതോ അടിച്ചേൽപ്പിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുന്നതോ അവഹേളിക്കുന്നതോ മാറ്റി നിർത്തുന്നതോ ഒന്നുമല്ല. പലപ്പോഴും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. മതപരിവർത്തനം എന്ന പേരിൽ പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുക. ഒരിക്കലും അങ്ങനെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല വിശ്വാസം. എൻ്റെ അനുഭവങ്ങൾ, ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ കർത്താവിനെ പങ്കുവയ്ക്കുക ചെയ്യുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപന വേളയിൽ തരുന്ന ആ ഒരു സന്ദേശത്തിൽ കൃത്യമായി പറയും, മിശിഹായെ കണ്ടുമുട്ടിയവർക്കാണ് അവിടുത്തെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുന്നത്. കണ്ടുമുട്ടാത്ത ഒരു യാഥാർത്ഥ്യത്തെ ഒരിക്കലും പ്രഘോഷിക്കാനായിട്ട് പറ്റുകയില്ല. അത് ദേവൂസ് കാരിത്താസ് എസ്ത് എന്ന ദൈവം സ്നേഹമാകുന്നു ആ ഒരു ഔദ്യോഗികമായ പഠനത്തിൽ ബെനഡിക്റ്റ് പാപ്പ ചാക്രിക ലേഖനത്തിൽ കൃത്യമായിട്ട് പറയും, മിശിഹായെ കണ്ടുമുട്ടുകയാണ് ഒരാൾ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ ചെയ്യുന്നത്. അതൊരു കേവലം ഒരു ധാർമ്മികമായ ഏതെങ്കിലും ഒരു നിയമം സ്വീകരിക്കുകയോ ഒരു ധാർമ്മികമായ ഒരു ബോധ്യത്തിലേക്ക് വരികയോ എന്നുള്ളതല്ല, മറിച്ച് ഒരു വ്യക്തിയെ, ഒരു സംഭവത്തെ കണ്ടുമുട്ടുകയാണ്. ഏതാനും ചില ഫോർമുലാസോ ഏതായാലും ചില തത്വങ്ങളോ ഒന്നും സ്വീകരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ കഴമ്പ്. അതിൻ്റെ ധാർമ്മികതയുണ്ട്, ആശയങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ കണ്ടുമുട്ടുകയാണ് അതിൻ്റെ അർത്ഥം. അത് എവാങ്കലി ഗൗദിയം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഇത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇതേ ആശയം പങ്കുവയ്ക്കും. എന്നിട്ട് മാർപ്പാപ്പ അത് വിശദീകരിക്കും. ഈശോയെ ആദ്യം കണ്ടുമുട്ടിയവരെല്ലാം ഈ ആനന്ദത്തിലായിരുന്നു. ഏറ്റവും ആദ്യം ഉണ്ണി മിശിഹായെ കണ്ടുമുട്ടുന്നത് ഇടയന്മാരാണ്. തീർച്ചയായിട്ടും മാതാവും യോസേപ്പിതാവും, പിന്നെ ഇടയന്മാരാണ് കണ്ടുമുട്ടുന്നത്. ഇടയന്മാരോട് ദൈവദൂതന്മാർ അറിയിക്കുന്ന ആ ഒരു സന്ദേശം തന്നെ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നാണ് സുവിശേഷം. അപ്പോൾ അവരത് കണ്ടുമുട്ടി ഇടയന്മാർ ആനന്ദത്തോടു കൂടി തിരിച്ചു പോയെന്നാണ് പറയുക. മിശിഹായെ കണ്ടുമുട്ടിയവർ ആനന്ദത്തോടെ തിരിച്ചു പോകുന്നു. അതുപോലെ കർത്താവിനെ കണ്ടുമുട്ടുന്ന ധാരാളം വ്യക്തികളെ സുവിശേഷ ചിത്രങ്ങളിൽ നമ്മൾ കാണും. സുവിശേഷങ്ങളിൽ കാണുന്ന കണ്ടുമുട്ടിയ വ്യക്തികളെല്ലാം വലിയ വർദ്ധിത സന്തോഷത്തോടു കൂടി അവർ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. അപ്പോൾ സുവിശേഷം സ്വീകരിക്കുക, മിശിഹായെ കണ്ടുമുട്ടുക, അങ്ങനെ സഭയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ആനന്ദമാണ്. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആനന്ദവും ഈ സ്നേഹവും പങ്കുവയ്ക്കുന്ന അരൂപിയും മറ്റുള്ളവർക്ക് കൂടി ഞാൻ സ്നേഹത്തോടെ പകരുകയാണ്. അതൊരു സ്നേഹപ്രവൃത്തിയാണ്. അവിടെ സ്നേഹം ഉണ്ടായിരിക്കണം. അത് വാക്കിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികളെല്ലാം ഈ സ്നേഹമുള്ളപ്പോഴാണ് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയാൻ, അവിടുത്തെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് കടന്നു വരുന്നത്. പലപ്പോഴും ഈ സാംസ്കാരിക ആഘോഷങ്ങൾ, ഓരോ സ്ഥലത്തെയും ഓരോ ഇടത്തെയും സാംസ്കാരിക ആഘോഷങ്ങൾ, ഈ ആഘോഷങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എതിരാണോ? ഈ അടുത്ത കാലത്തൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഒരുപക്ഷെ ഇതുമായിട്ട്, ഈ ചോദ്യവുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒന്നുകൂടിയാണത്. മറ്റ് മതങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതൊക്കെ തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലം. തീർച്ചയായിട്ടും ഭാരതം പോലൊരു സ്ഥലത്ത് വിവിധ മതങ്ങളുണ്ട്. വിവിധ മതങ്ങൾ ഒരുമിച്ച് ചേരുന്ന നല്ലൊരു വലിയ കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു ചൈതന്യം നമ്മുടെയൊക്കെ രാജ്യത്തിലുണ്ട്. കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലുമുണ്ട്.
ലോകത്തിലുള്ള വിവിധ മതങ്ങളെ എപ്പോഴും സഭ ആദരിക്കുന്നുവെന്ന് നമ്മൾ ആദ്യമേ തന്നെ പങ്കുവെച്ച കാര്യമാണ്. പക്ഷേ ചില സാംസ്കാരിക ആഘോഷങ്ങൾ, ഉദാഹരണത്തിന് ഓണാഘോഷം, അതിനെക്കുറിച്ചൊക്കെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറേ ഈ അടുത്ത നാളുകളിലൊക്കെ കേട്ടു. അപ്പോൾ അതൊക്കെ ഒരു നാടിനെ ഒന്നിപ്പിക്കുന്ന ദേശീയ ആഘോഷങ്ങളാണ്. എല്ലാ ആഘോഷങ്ങളും, ഇങ്ങനെയുള്ള ദേശീയ സാംസ്കാരിക ആഘോഷങ്ങളുടെയൊക്കെ പിറകിൽ ഏതെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ചില ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ചില പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പല മിത്തുകളും കണ്ടെന്നിരിക്കും. അങ്ങനെയുള്ള മിത്തുകളൊക്കെ അതിൻ്റെ ഉത്ഭവത്തിൽ ഏതെങ്കിലും മതമോ ആചാരമോ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അത് ഉൾക്കൊള്ളുന്നൊരു മൂല്യമായിരിക്കും ഒരു ദേശത്തിൻ്റെ ആഘോഷമായിട്ട്, ദേശത്തെ ഒന്നിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. ഓണം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഓണത്തിനകത്ത് ഓണം ഒരു മിത്താണ്. അതിനെ മിത്തായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. ദേശീയ ആഘോഷം എന്ന നിലയിൽ അതിനൊരു മിത്തായിട്ട് മാത്രം കണ്ടുകൊണ്ട് അതിനകത്തുള്ള ഒരു ആന്തരികതയുണ്ട്. അതിനകത്ത് സ്നേഹമുണ്ട്, പങ്കുവയ്ക്കലുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്, ഇതെല്ലാമുണ്ട്, ഐശ്വര്യമുണ്ട്, അഭിവൃദ്ധിയുണ്ട്. ഇതൊക്കെ സുവിശേഷ മൂല്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനോഹരമായ സുവിശേഷ പാഠങ്ങൾ അതിനകത്ത് ഉൾച്ചേരുന്നുണ്ട്. ഇത്തരം ഈ മറ്റു തരത്തിലുള്ള പാരമ്പര്യങ്ങൾ ബൈബിളിൽ തന്നെ അതുപോലുള്ള പാരമ്പര്യങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പോലും ആ നാട്ടിൽ നിലനിന്നിരുന്ന ചില ദേശീയ മിത്തുകൾ, ഇപ്പം പ്രളയത്തെക്കുറിച്ചിട്ടുള്ള മിത്തുകൾ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാംസ്കാരികമായ അനുരൂപണങ്ങൾ സുവിശേഷത്തിലും പിന്നീട് തുടർന്ന് സഭയിലുമൊക്കെ നടക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ തന്നെ 11 അധ്യായങ്ങൾ പ്രത്യേകിച്ചും ഒരു ചരിത്രാതീത കാലത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലുകൾ, ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കാലങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നത്. അങ്ങനെ രൂപപ്പെട്ടു വന്ന ആ വെളിപ്പെടുത്തലുകളൊക്കെ അതിൻ്റെ പരിശുദ്ധമായ യാഥാർത്ഥ്യങ്ങളെ അന്ന് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പല ഗിൽഗമേഷ് എപ്പിക്കുകളും അങ്ങനെയുള്ള പല മിത്തുകളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രളയത്തിൻ്റെ കഥകൾ പോലും അന്ന് നിലവിലിരുന്ന പല പ്രളയ കഥകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. ഇതൊക്കെ BC എഴുതപ്പെട്ട ഏതാണ്ടൊരു BC 800 മുതൽ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ 1000 വർഷം കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നതാണ്. പ്രത്യേകിച്ചും ആ ഒരു ആദ്യത്തെ പഴയ നിയമ പുസ്തകങ്ങൾ, പഴയ നിയമ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു യാഥാർത്ഥ്യത്തിൽ അന്ന് നിലവിലിരുന്ന പല കഥകളെയും മിത്തുകളെയും ഒക്കെ ആസ്പദമാക്കിയിട്ടുള്ള സൂചനകളുണ്ട്, പ്രത്യേകിച്ചും ആദ്യത്തെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആ ഒരു ആഖ്യാനത്തിനകത്ത്. പക്ഷേ അവിടെ നൽകപ്പെട്ടിരിക്കുന്ന വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ലാത്തതാണ്. 100% അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിന് ഇങ്ങനെയുള്ള മാനുഷികമായ ഘടകങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് വചനം അവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സഭയിലാണെങ്കിൽ തന്നെയും നമ്മൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ പൈതൃകത്തിലും പാരമ്പര്യങ്ങളിലുമൊക്കെ ഇന്ന് നിലവിലുള്ള പല തിരുനാളാഘോഷങ്ങൾ, അതുപോലെ മറ്റു പലതും, താലിമാല, അതുപോലെ ഒരു നാടിൻ്റെ പാരമ്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഹൈന്ദവ സംസ്കാരത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട ആലിലയുടെ ഒരു ആകൃതിയിലാണ് ഒരു താലിമാല, അതിൽ കുരിശുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ സാംസ്കാരിക അനുരൂപണങ്ങൾ ഇപ്പോൾ തന്നെ സഭയിലുണ്ട്. ഇനി അങ്ങനെയുള്ള സാംസ്കാരിക അനുരൂപണങ്ങളൊക്കെ അതും സഭയുടെ ഔദ്യോഗിക തലത്തിൽ ആവശ്യമായ രീതിയിൽ മാത്രമേ സ്വീകരിക്കാവൂ. മറ്റൊന്നിലേക്ക് കടന്നുപോയി വിശ്വാസത്തെ ഒരിക്കലും അത് കലർപ്പുള്ളതാക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും അത്ര കണ്ട് അവിടെ വരുന്നില്ല. കാരണം അതൊരു മതത്തിൻ്റെ ആചാരമോ ഒന്നും അല്ല, ഒരു ദേശീയോത്സവമാണ്. നല്ല ചില മൂല്യങ്ങൾ, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ചില മൂല്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ മാത്രമാണ് അവിടെ അതിന് കാരണമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ വർഗീയ ധ്രുവീകരണമൊക്കെ വർദ്ധമാനമാകുന്നൊരു കാലത്ത് അതിനൊക്കെ അതീതമായിട്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചിന്തിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു നല്ല ഉത്സവം, അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. പിന്നെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അത് നമ്മുടെ ഒരു അനിവാര്യമായ കടമയാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഈ ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നന്നായിട്ട് ജീവിച്ചാൽ പോരെ, നന്നായിട്ട് ജീവിക്കുമ്പോഴല്ലേ രക്ഷയുള്ളത്? തീർച്ചയായിട്ടും നന്നായിട്ട് ജീവിക്കുന്നവർക്കാണ് രക്ഷയുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രക്ഷ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് നൽകപ്പെട്ടെങ്കിലും സബ്ജക്റ്റീവായിട്ട് അതിനോട് സഹകരിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത്. സഭാപിതാവായ അഗസ്തീനോസിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഒരു സഹകരണം പൂർണ്ണമായിട്ട് ജീവിതം കൊണ്ടുണ്ടാകണം രക്ഷയോട്. അത് സ്നേഹത്തിൻ്റെ ഒരു ജീവിതമാണ്, നന്മയുടെ ഒരു ജീവിതമാണ്, സാഹോദര്യത്തിൻ്റെ ജീവിതമാണ്, സുവിശേഷ മൂല്യങ്ങളുടെ ജീവിതമാണ്. അങ്ങനെ സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ യോഗ്യരായിത്തീരുന്നത് രക്ഷയ്ക്ക്. യാക്കോബ് സ്ലീഹ പറയും,
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് വാസ്തവത്തിൽ നമ്മൾ രക്ഷയ്ക്ക് യോഗ്യരായിത്തീരുന്നത്. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒന്നല്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ചെറിയവരിൽ ഇവന് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെ ചെയ്തു എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരിൽ, വേദനിക്കുന്നവരിൽ മിശിഹായുടെ മുഖം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ കടപ്പെടുത്തപ്പെട്ടയാളാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാണ് മിശിഹായുടെ രക്ഷ അനുഭവിക്കുന്നത്. ചുരുക്കത്തിലെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് വന്നാൽ, എല്ലാവർക്കുമായി നൽകപ്പെട്ട രക്ഷ മിശിഹായിലൂടെ പൂർത്തിയായിരിക്കുന്നു. അവിടുത്തെ തുടർച്ചയായ സഭയിലൂടെ, ഈ രക്ഷയുടെ അടയാളമായ സഭയിലൂടെ ഇന്ന് ലോകത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ രക്ഷയുടെ കൂട്ടായ്മയിലേക്ക്, സഭയിലേക്ക് എത്തുമ്പോഴാണ് പൂർണ്ണമായ വിധം ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് രക്ഷയുടെ വഴിയിൽ ആയിരിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആരെയും നമുക്ക് വിധിക്കാനായിട്ട് അവകാശമില്ല. നീ നഷ്ടപ്പെട്ട വ്യക്തിയാണ്, അല്ലെ രക്ഷയില്ലാത്ത വ്യക്തിയാണെന്നൊന്നും പറയാൻ ആരോടും നമുക്ക് അവകാശമില്ല. ഈ രക്ഷ എല്ലാവർക്കുമായി കർത്താവ് തുറന്നിട്ടിരിക്കുകയാണ്. മനസാക്ഷിയുടെ നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക്, സ്വാഭാവിക നിയമങ്ങളോടും ധാർമ്മികതയോടും ചേർന്ന് വ്യാപരിക്കുന്നവർക്ക് കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ എല്ലാവരോടും ലഭിച്ചിരിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാനുള്ള വലിയ ഒരു ദൗത്യം ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട്, ഓരോ സഭയുടെ മകനും മകൾക്കും ഉണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം ആഴത്തിൽ നമുക്കുണ്ടാവണം. അതൊന്നുകൂടി ശക്തമായിട്ട് അറിയിക്കുക എന്ന സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം. ഒക്ടോബർ മാസം അത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ് എന്ന ആശയത്തിലാണ്. ജ്ഞാനസ്നാനപ്പെട്ട് അയക്കപ്പെട്ടവരാണ് എല്ലാവരും. അങ്ങനെ അയക്കപ്പെട്ടവരെല്ലാവരും കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യമായിട്ട് മാറണം. അങ്ങനെ ഒരു കൂട്ടായ്മയിലും സ്നേഹത്തിലും ഒന്നിച്ച് സാഹോദര്യത്തോടു കൂടി നീങ്ങുന്ന സമഭാവനയുടെ ഒരു സ്വർഗരാജ്യ അനുഭവമാണ് വാസ്തവത്തിൽ വിശ്വാസത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിനിടയാവട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയുമാണ് ഈ സമയത്ത് എനിക്ക് നേരാനുള്ളത്. ദൈവം പ്രിയപ്പെട്ട ഈ സുഹൃത്തിനെയും അതുപോലെ മറ്റെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുവിശേഷത്തിൻ്റെ സാന്നിധ്യമായി യഥാർത്ഥ പ്രേക്ഷിതരായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുവിൻ്റെ രക്ഷ സാർവത്രികമായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു. ആ രക്ഷയുടെ വഴിയിലൂടെ നമുക്ക് നീങ്ങാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.